അനുഭവം കേട്ട് ഒന്ന് കണ്ണു നിറയാൻ തയ്യാറാണോ? ജീവിതത്തിൽ തകർന്നിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടെ ഉള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടില്ലെങ്കിലേ വലിയൊരു മിസ്സിംഗ് ആണ്, ഒരു നഷ്ടം തന്നെയാണ്. അങ്ങനെയാണ് ജീവിതം. ഞാൻ വായിക്കട്ടെ. ഹായ് ഏട്ടാ, എന്താ മോളെ? ഞാൻ ആദ്യമായിട്ടാണ് ത്രിമധുരത്തിലേക്ക് ഒരു അനുഭവം എഴുതി അയക്കുന്നത്. സത്യത്തിൽ ഈ അനുഭവം എഴുതി അയക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. എന്നാൽ ഈ അനുഭവം പൂർണ്ണമായും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടായതിനാൽ അത് ഞാൻ തന്നെ എഴുതുന്നതാണ് ഉചിതമെന്ന് തോന്നി. കുട്ടിക്കാലം മുതൽ ഞാൻ ഒരു കൃഷ്ണഭക്തയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും കണ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഭഗവാനോടാണ് പറയുക, ഉപദേശം ചോദിക്കുക, സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കുക. അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് കണ്ണൻ ഒരു ദൈവം മാത്രമല്ല, ഒരു കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു. പഠനം പൂർത്തിയാക്കി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ശേഷം കോളേജ് കാലം മുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഏകദേശം 10 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി. പിന്നീട് എനിക്കൊരു മകള് ജനിച്ചു. അതിനുശേഷം ജീവിതം പതുക്കെ മാറി തുടങ്ങി. ഭർത്താവ് ബിസിനസ്സിനായി പലരിൽ നിന്നായി കടം വാങ്ങുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞങ്ങളോടൊന്നും പറയാതെ അദ്ദേഹം നാട് വിട്ടുപോയി. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു. ആ നിമിഷം എൻ്റെ ജീവിതം മുഴുവൻ തകർന്നതുപോലെ ആയിരുന്നു. ഞാൻ വിശ്വസിച്ച ആളും സ്നേഹിച്ച ആളും ഒരു വാക്കുപോലും പറയാതെ പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. എൻ്റെ സ്വർണവും മറ്റ് സമ്പാദ്യങ്ങളും നഷ്ടമായി. കടം കൊടുത്തവർ എന്നെ സമീപിക്കാൻ തുടങ്ങി. മാനസികമായി ഞാൻ പൂർണ്ണമായി തകർന്നു. അന്ന് പലവട്ടം ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്, ഭഗവാനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് എനിക്ക് ഈ വിധി തന്നത്? എന്നാൽ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു മറുപടി വരുമായിരുന്നു, ഭഗവാൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. ജീവിതത്തിൽ ഇതുവരെ ഞാൻ സന്തോഷം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ ദുഃഖവും എൻ്റെ ജീവിതയാത്രയുടെ ഭാഗമായിരിക്കാമെന്ന് കരുതി ഞാൻ സഹിച്ചു. അതിനിടെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ വിളിച്ച് ദുബായിലേക്ക് വരാൻ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ദുബായിലെത്തി. ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഒരു ജോലി ലഭിച്ചു. അധിക ശമ്പളമില്ലായിരുന്നെങ്കിലും ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ജോലിയായിരുന്നു അത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ശമ്പളം ലഭിക്കാതെയായി. വീണ്ടും ജീവിതം ഇരുട്ടിലായി. അപ്പോഴാണ് എൻ്റെ മനസ്സ് പൂർണ്ണമായി തകർന്നത്. മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച അവസ്ഥയിലേക്കെത്തി. ആ സമയത്ത് എന്നെ ജീവനോടെ പിടിച്ചു നിർത്തിയത് എൻ്റെ മകളായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മകളാണ്. അവൾക്ക് അന്ന് വെറും 3.5 വയസ്സായിരുന്നു. പക്ഷേ അവൾ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കണ്ണാ, എൻ്റെ അമ്മയ്ക്കൊരു ജോലി കൊടുക്കണേ. ഞാൻ പഠിപ്പിക്കാതെയാണ് അവൾ അത് പറയാറുണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുമായിരുന്നു. ഒരു ദിവസം ജീവിതത്തിലെ എന്ത് ചെയ്യണമെന്നറിയാതെ പൂർണ്ണമായി തകർന്നിരുന്ന സമയത്ത് ഞാൻ ഗുരുവായൂരിലേക്ക് പോയി. സാധാരണ പോകുമ്പോൾ ഒരുപാട് പരാതികളും സങ്കടങ്ങളും ഭഗവാനോട് പറയാറുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ഒരു കാര്യം മാത്രം, ഭഗവാനെ, എനിക്ക് കണ്ണു നിറയെ നിന്നെ കാണാൻ കഴിയണം. ഭഗവാനെ കണ്ട ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ആരുടെയും മുന്നിലെ കൈനീട്ടാതെ ജീവിക്കാൻ കഴിയണം. എനിക്കും എൻ്റെ കുഞ്ഞിനും കൂട്ടായി ഭഗവാൻ ഉണ്ടാവണം, അത്രമാത്രം. വീട്ടിലെത്തി ഫോൺ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുമ്പ് അപേക്ഷിച്ചിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് സന്ദേശം വന്നിരുന്നു, ഇപ്പോഴും ഈ ജോലിയിൽ താല്പര്യമുണ്ടോ? എനിക്കത് വിശ്വസിക്കാനായില്ല. ഞാൻ അപേക്ഷിച്ചു. വളരെ വേഗത്തിൽ തന്നെ ജോലി ലഭിച്ചു. പിന്നീട് ദുബായിലേക്ക് തിരിച്ചെത്തി. പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് ഞാൻ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നു. എൻ്റെ മകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. ഒന്നുമില്ലാതെ നാളെയെക്കുറിച്ച് ഭയന്നു നിന്ന സമയത്ത് ഭഗവാൻ എനിക്ക് വഴി തുറന്നു തന്നു. ഇവിടെ എത്തിയ ശേഷവും പലരുടെയും രൂപത്തിൽ ഭഗവാൻ സഹായഹസ്തവുമായി എൻ്റെ മുന്നിലെത്തി. ഇന്ന് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ ഭഗവാനോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറയുന്നതിന് മുമ്പേ അവയെല്ലാം ഭഗവാൻ അറിയാം. ഭഗവാനെ ഒരു ദൈവമായി മാത്രം കാണാതെ നമ്മുടെ സ്വന്തം ആളായി കാണുക. കണ്ണന് അതാണ് ഏറ്റവും ഇഷ്ടം. നമുക്ക് നല്ലതല്ലാത്തതെല്ലാം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. ആ സമയത്ത് അത് വലിയ വേദനയായിരിക്കും. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിരുന്നുവെന്ന് മനസ്സിലാവും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. ഉള്ളതിൽ ഞാൻ സന്തോഷവതിയാണ്. ഭഗവാനോട് എന്നും നന്ദി പറയുന്നു. എൻ്റെ മകളും ഇന്നും കണ്ണനെ തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി കാണുന്നു. അവൾക്ക് എന്ത് സങ്കടം
സങ്കടമുണ്ടായാലും ആദ്യം പറയുന്നത് കണ്ണനോടാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നു. മകളെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ ഇതുവരെ കൈപിടിച്ച് നടത്തിയതുപോലെ ഇനിയും നടത്തുമെന്ന വിശ്വാസമുണ്ട്. അവസാനമായി എൻ്റെ അച്ഛനോടും അമ്മയോടും എന്നെ ഏറ്റവും പ്രയാസകരമായ സമയത്ത് ചേർത്ത് പിടിച്ച എൻ്റെ ഏട്ടനോടും ഏട്ടൻ്റെ ഭാര്യയോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്നും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ അനുഭവം ത്രിമധുരത്തിൽ പറയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഈ ചെറിയ അനുഭവം പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ ഇതൊരു അനുഭവമല്ല, ഒരു അത്ഭുതം തന്നെയാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരനുഭവം വായിക്കുന്നതിന് മുമ്പേ ഞാൻ അമ്മയെ കാണിക്കാറില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് ഇത് ഞാൻ വായിക്കുന്നതിന് മുമ്പേ അമ്മ അടുത്തുണ്ടായിരുന്നു. അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മ ഇതൊന്ന് വായിച്ചു നോക്കും. അമ്മ വായിച്ചിട്ട് കുറേ നേരം കരയുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ കാത്തിരിക്കട്ടോ. പക്ഷേ നിങ്ങൾ നല്ല വ്യക്തികളാവണം. അത് മാത്രം, നല്ല ചിന്തയും കാര്യങ്ങളും മാത്രമേ മനസ്സിൽ പാടുള്ളൂ. അതല്ലാത്തവർക്ക് ഇതൊന്നും സാധ്യമാവില്ല എന്നർത്ഥം. അപ്പം ഈ സഹോദരി ഗ്രൂപ്പിലുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ആരാണെന്നും മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റിയിടുമ്പം കിട്ടിയ അനുഭവമാണ്. എന്താ കഥ? അയ്യോ, ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. ഇനി അങ്ങോട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അനുഭവങ്ങളായിരിക്കും കൂടുതൽ വായിക്കുക. ഇടയ്ക്കൊക്കെ മറ്റുള്ളവരുടേതും വായിക്കും കേട്ടോ. ഹരേ കൃഷ്ണ.